ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടബേനായിലെ വിശുദ്ധ പക്കോമിയോസിനെയാണ്. ഏകാന്തതയിൽ മരുഭൂമിയിലും മറ്റും താമസിച്ചിരുന്ന സന്യാസിമാർ ഒരു സമൂഹമായി ജീവിക്കുന്ന ആധുനിക ആശ്രമ സംവിധാനത്തിന്റെ സ്ഥാപകനാണ് വിശുദ്ധ പക്കോമിയോസ്. AD 292 ആണ്ടിൽ ഈജിപ്തിലെ ടബേനായിൽ അക്രൈസ്തവ മാതാപിതാക്കളിൽ നിന്നും വിശുദ്ധൻ ജനിച്ചു. 20ാമത്തെ വയസ്സിൽ അദ്ദേഹം സൈന്യത്തിൽ ചേർന്നു. ഒരിക്കൽ ചക്രവർത്തിയുടെ സൈന്യവ്യൂഹം ഈജിപ്തിലെ നൈൽ നദീതീരത്തായിരിക്കെ അവിടുത്തെ കാലാവസ്ഥയുടെയും ഭൂപ്രകൃതിയുടെയും പ്രതികൂല അവസ്ഥ നിമിത്തം അവർ നന്നേ കഷ്ടപ്പെട്ടു. തദവസരത്തിൽ അവർക്ക് സഹായമായി നിന്നത് ആ നാട്ടിലെ ക്രൈസ്തവരാണ്. അവരുടെ സേവന മനോഭാവവും മനുഷ്യ സ്നേഹവും പക്കോമിയോസിന്റെ ഹൃദയത്തെ ഗാഠമായി സ്പർശിച്ചു. സൈനിക സേവനം കഴിഞ്ഞ് തിരികെ എത്തിയ പക്കോമിയോസ് ആദ്യമേ പോയത് തന്റെ നാട്ടിലുള്ള ഒരു ക്രൈസ്തവ ദേവാലയത്തിലേക്കാണ്. ശേഷം AD 313 അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഒരു ക്രൈസ്തവനായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മരുഭൂമിയിലെ മഹാതാപസ്സനായ പാലോമോണിനെ പറ്റി അദ്ദേഹം കേൾക്കുന്നത്. ഏറെ താമസിയാതെ ഇദ്ദേഹത്തെ ചെന്ന് കണ്ട് പക്കോമിയോസ് AD 314 അദ്ദേഹത്തിന്റെ ശിഷ്യനായി തീർന്നു. ഒരിക്കൽ മരുഭൂമിയിൽ ഒരു അഗാധ ധ്യാനത്തിലായിരുന്ന പക്കോമിയോസ് ഒരു ദർശനം കാണുകയുണ്ടായി. വിശാല സുന്ദരമായൊരു ഭൂപ്രദേശം നൈൽ നദീതടത്തിൽ കാണപ്പെട്ടു. മരുഭൂമിയിലെ ഏകാന്തവാസം അവസാനിപ്പിച്ച് ദർശനത്തിൽ കാണപ്പെട്ട സ്ഥലത്ത് ഒരു ആശ്രമം സ്ഥാപിച്ച് ഒരു സന്യാസ സമൂഹമായി ജീവിക്കുവാനുള്ള ഒരു സ്വരം അദ്ദേഹം ശ്രവിച്ചു. പക്കോമിയോസ് ആ സ്വരത്തെ അനുസരിച്ചു. അങ്ങനെ AD 320 ദർശനത്തിൽ കണ്ട സ്ഥലത്ത് തന്നെ ഒരു സന്യാസ സമൂഹം അദ്ദേഹം സ്ഥാപിച്ചു. തുടർന്ന് സന്യാസികൾ ഏകാന്തതയിൽ വസിക്കുന്നതിന് പകരം ഒരു സമൂഹമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ചരിത്രം പറയുന്നത് ഈ നിയമങ്ങൾ അദ്ദേഹത്തിന് ഒരു മാലാഖയാണ് പറഞ്ഞു കൊടുത്തിരുന്നത് എന്നതാണ്. അതിനുശേഷം പക്കോമിയോസ് ആ ആശ്രമത്തിന്റെ അധിപനായി മാറി. ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ആശ്രമ അംഗങ്ങളുടെ എണ്ണം 100-ൽ കവിഞ്ഞു. പക്കോമിയോസിന്റെ ചൈതന്യവത്തായ ജീവിതം തന്നെയായിരുന്നു ആശ്രമ അംഗങ്ങളുടെ നിയമഗ്രന്ഥം. സന്യാസവ്രതം സ്വീകരിച്ചതിനു ശേഷം 15 വർഷത്തോളം അദ്ദേഹം ഒരു നേരം പോലും ഉറങ്ങിയിരുന്നില്ല. പകരം ഒരു ശിലയിൽ ചാരിയിരുന്ന് വിശ്രമിക്കുക മാത്രമാണ് ചെയ്തത്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിരുന്നില്ല. അതുപോലെ തന്റെ ആശ്രമ അംഗങ്ങളുടെ മേൽ യാതൊരു വിധത്തിലുള്ള കർശന നിയമങ്ങളും അദ്ദേഹം അടിച്ചേൽപ്പിച്ചിരുന്നില്ല. സന്യാസികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതനുസരിച്ച് അവിടെ 6 ആശ്രമങ്ങൾ കൂടി അദ്ദേഹം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം ഒരു ദേവാലയവും പക്കോമിയോസിന്റെ സഹോദരി ഉൾപ്പെടെയുള്ള സന്യാസിനിമാർക്ക് വേണ്ടി ഒരു മഠവും അദ്ദേഹം സ്ഥാപിച്ചു. പക്കോമിയോസിനെ പറ്റി കേട്ടറിഞ്ഞ് ധാരാളം ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ ധാരാളം ആളുകൾക്ക് രോഗശാന്തിയും ഒട്ടേറെ അനുഗ്രഹങ്ങളും ലഭിച്ചിരുന്നതായി ജീവചരിത്രത്തിൽ കുറിക്കുന്നു. ദരിദ്രരുടെ വിശുദ്ധ അബ്രാഹാം, ടബേനായിലെ വിശുദ്ധ തിയോഡോർ എന്നിവരുടെ ആധ്യാത്മിക ഗുരു കൂടിയാണ് അദ്ദേഹം. അങ്ങനെ AD 348 മെയ് 15 വിശുദ്ധ പക്കോമിയോസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിശുദ്ധന്റെ തിരുനാൾ ആചരിക്കുന്ന ഇന്നേ ദിവസം നമുക്ക് അദ്ദേഹത്തിന് മാധ്യസ്ഥം യാചിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.